എനിക്കൊരു സഹോദരി ഇപ്പോൾ കഴിഞ്ഞ സംശയം ചോദിച്ചു. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയുടെ വീട് സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ യാത്ര പോകാൻ ഒരുങ്ങിയപ്പോൾ എനിക്കൊരു സംശയം, എന്ത് ഇങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഉസ്താദുമാരും ടീച്ചർമാരും ഒന്നിച്ചിപ്പോൾ ഒരു വണ്ടി വിളിച്ച് പോകുന്നത് ശരിയാണോ എന്നൊരു സംശയം എൻ്റെ മനസ്സിൽ. അപ്പം ഞങ്ങളെ വിളിച്ചതാണെന്നാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഒരു പകല് മുഴുവനും ഒരു മദ്രസയിലെ ടീച്ചർമാരും മാഷന്മാരും ഒന്നിച്ച് എന്ത് കാര്യത്തിനാവട്ടെ അവരൊന്നിച്ച് ഒരു യാത്ര ഒരുമിച്ച് പോവുക എന്ന് പറയുമ്പോൾ, അത് വളരെ ചുരുങ്ങിയ ആളുകൾ, ഒരു 5-6 ആളുകൾ ഒന്നിച്ച് പോവുക എന്ന് പറയുമ്പോൾ അവരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുക? എന്താണ് ആ സഹവാസം? എന്താണ് ആ സൗഹൃദം? തിരിച്ചു വരുമ്പോഴേക്കും അത് ഒരു സ്ത്രീ പോകുമ്പോൾ മഹ്റമിൻ്റെ കൂടെയാണ് പോകേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ല, എല്ലാവരും പാടെ ആകുമ്പോൾ ആണും പെണ്ണും മിക്സഡ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ എത്ര വലിയ സൂക്ഷ്മതൻ്റെ ആളുകളാണെങ്കിലും അത് കളിയും തമാശകളും സംസാരങ്ങളും ആയിട്ടേ തിരിച്ചു വരൂ. ആ തിരിച്ചു വരുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഈ സൂക്ഷ്മതയെ മറികടന്നാൽ നമുക്കാർക്കും നമ്മളെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഇതൊക്കെ ഇപ്പം ഇങ്ങനെ പോകും, ഇതുകൊണ്ടൊന്നും ഇപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. എന്താണ് അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും രോഗം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പ് നിങ്ങൾ എഴുതി വെച്ചോളൂ, നിങ്ങൾ ഒരു ദിവസം പിടിക്കപ്പെടും, നിങ്ങൾ ഒരു ദിവസം അപമാനിക്കപ്പെടും. യാതൊരു സംശയ കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് വളരെ സൂക്ഷ്മത ആ കാര്യത്തിൽ നമ്മൾ എന്തിനൊരു പ്രകടിപ്പിക്കേണ്ടതുണ്ട്.